നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലെ ലാസ്റ്റ് 28 ഡേയ്സിലെ ഏണിംഗ്സ് എത്രയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടരുത്, കാരണം അത്രയ്ക്കുണ്ട് ഏണിംഗ്സ്. പലരുടെയും വിചാരം യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി ഇഷ്ടംപോലെ പൈസ വരുമെന്നാണ്. 4 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ഈ ചാനലിന്റെ ഏണിംഗ്സ് എത്രയാണെന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പരിപാടി ചെയ്യണോ വേണ്ടിയോ എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു പോകും. ആ രീതിയിലുള്ള ഏണിംഗ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഹോം പേജ് ആണ് ഈ കാണുന്നത്. എൻ്റെ ഏണിംഗ്സ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. $28.16 ആണ് 4 ലക്ഷത്തിൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനലിൽ കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു 3000 രൂപയുടെ അടുത്ത് കാണും. അത്രയും 3000 എന്ന് വിചാരിച്ചു, 3000 രൂപയാണ് ഈ ലാസ്റ്റ് 28 ഡേയ്സിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എസ്റ്റിമേറ്റഡ് റവന്യൂവിൽ ക്ലിക്ക് ചെയ്ത് ഏണിംഗ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, റവന്യൂ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോ മാസത്തെയും ഏണിംഗ്സ് കാണാൻ സാധിക്കും. നവംബർ തൊട്ട് ഉള്ള ഏണിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നവംബറിൽ $100, പിന്നെ 67, 70, 46, 36, 12. ഏപ്രിൽ മാസത്തിൽ 15 ദിവസത്തിൽ കിട്ടിയിരിക്കുന്നത് $12 ആണ്. അപ്പം സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടോ മോണിറ്റൈസേഷൻ ഉള്ളത് കൊണ്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല. ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യം നിങ്ങളെ കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും അവരുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയൊക്കെ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, മോണിറ്റൈസേഷൻ കൊണ്ട് മാത്രം യൂട്യൂബിൽ നിന്ന് $1 പോലും കിട്ടത്തില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വ്യൂ ഉണ്ടായിരിക്കണം. വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ആ വരുന്ന വ്യൂവിൽ അഡ്വർടൈസ്മെന്റ് കാണിച്ചുകൊണ്ട് യൂട്യൂബിന് പൈസ നമുക്ക് തരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ വ്യൂ ഇല്ലാത്ത ഒരു ചാനലിൽ നമ്മൾ പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കി എന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. ഈ 8 വർഷത്തിൽ ഈ ലാസ്റ്റ് ഒരു 6 മന്തിൽ മാത്രമാണ് എനിക്ക് ഇത്രയും ഏണിംഗ്സ് കുറഞ്ഞു കിട്ടിയിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ വീഡിയോകൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. ലാസ്റ്റ് 60 ഡേയ്സ് എൻ്റെ ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 വീഡിയോ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കൂട്ടി 3 വീഡിയോസ് ആണ് ഈ 60 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാതെ ഒരു 6 മാസം എൻ്റെ ചാനലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഏണിംഗ്സ് കിട്ടുന്നതിന്റെ പകുതിയായിട്ട് കുറഞ്ഞു. എനിക്ക് 6 മാസം മുമ്പ് വരെ എല്ലാ മാസവും പേ ഔട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പേ ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ $100 മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ $100 കംപ്ലീറ്റ് ആകുകയും എല്ലാ മാസവും പേ ഔട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പം മുതൽ യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിക്കാതെ വീഡിയോകൾ ഇടാതായോ അപ്പം മുതൽ എനിക്ക് ഏണിംഗ്സും കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ യൂട്യൂബിൽ വർക്ക് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ യൂട്യൂബിലെ ഏണിംഗ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ തോന്നുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ കണ്ടന്റ് ഇടാം എന്ന് കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിട്ട് മാറും. എൻ്റെ ഈ ചാനലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് റെഗുലർ ആയിട്ട് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് പഴയ ഓഡിയൻസിലേക്ക് എത്തുകയും, പഴയ ഓഡിയൻസിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല. കാരണം അവരുടെയൊക്കെ ആ ഒരു സെർച്ച് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമ്മൾ വാനിഷായി പോയിട്ടുണ്ട് ഇത്രയും നാൾ നമ്മൾ വീഡിയോ ഇടാത്തതുകൊണ്ട്. അപ്പം റെഗുലറായിട്ട് ഇട്ട് റെക്കമെൻഡേഷനിലും നമ്മുടെ വീഡിയോ നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ഒക്കെ ചെയ്ത് വീണ്ടും പഴയ ഓഡിയൻസിലേക്ക് പോകും, പുതിയ ആളുകളിലേക്കൊക്കെ പോയിട്ട് പഴയ രീതിയിലേക്ക് നമ്മുടെ ചാനലായി വരാൻ എത്ര സമയം നമ്മൾ വീഡിയോ ഇടാതിരുന്നോ അതിലും ഡബിൾ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് 2 മാസം ഞാൻ വീഡിയോ ഇടാതിരുന്ന എൻ്റെ ചാനൽ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇനി 4 മാസം ഞാൻ കഷ്ടപ്പെട്ടെങ്കിൽ പഴയ രീതിയിലേക്ക് എൻ്റെ ചാനൽ ആക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല. ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. മോണിറ്റൈസേഷൻ കിട്ടുന്നതുകൊണ്ടോ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടോ ഒരു രീതിയിലുള്ള പ്രയോജനവും യൂട്യൂബിൽ ഉണ്ടാകത്തില്ല. നല്ല റീച്ചും നല്ല കണ്ടന്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തെങ്കിലേ നമ്മൾക്ക് ജെനുവിൻ ആയിട്ടുള്ള വ്യൂസ് വരത്തുള്ളൂ. ജെനുവിൻ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിന്റെ പാർട്ട്ണർ പ്രോഗ്രാമിൽ നിന്നുള്ള ഏണിംഗ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത്രയും കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ എൻ്റെ ഈ ഒരു ചാനൽ എനിക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പഴയ അവസ്ഥയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ തന്നെ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഈ വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ഈ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.